എല്ലാരും അടിച്ചുകയറി ആമിഴഞ്ഞാൻ തോട് വൃത്തിയാക്കുന്നതിനെ ചൊല്ലി റെയിൽവേയും മേയറും തമ്മിലുള്ള പോരും മുറുകി. ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ടെങ്കിലും ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ലെന്ന് ADRM MR വിജി പറഞ്ഞു. അനുവാദം ചോദിച്ചിട്ട് നൽകിയില്ലെന്ന മേയറുടെ വാദം പച്ചക്കള്ളമെന്നും ADRM പറഞ്ഞു. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപ ഓപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ ഉറക്കം വരുന്നു പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? റെയിൽവേയുടെ ഒരു നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. വീണ ടണലിൽ കണ്ടെത്തിയതെല്ലാം റെയിൽവേയുടെ മാലിന്യമാണെന്ന വാദമാണ് മേയർ ആര്യ രാജേന്ദ്രന്റേത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ നമ്മൾ തുറന്ന് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റുന്ന മാലിന്യങ്ങളിൽ കൂടുതലും റെയിൽവേ അതായത് റെയിൽവേ സ്റ്റേഷനിലോ നമുക്ക് ട്രെയിനിൽ നിന്നോ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടിയത് അത്തരം വസ്തുക്കൾ കൂടിയാണ്. അതായത് സ്വാഭാവികമായി ഒരു ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ്, കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. വലിയ തോതിൽ അവിടെ മഴയുണ്ടായ സമയത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. അപ്പോൾ അന്ന് വലിയ പ്രശ്നം വന്നു. അതിനുശേഷമാണ് അതായത് സമയത്തിന് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ള കൃത്യമായി നടപ്പാക്കണം എന്നുള്ളൊരു കാര്യം നടപ്പാവാറേയില്ല. അതിന് സത്യമല്ലേ? ഇന്നിപ്പോൾ മേയർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. മേയറുടെയും അതിനുശേഷം റെയിൽവേയുടെ പ്രതിനിധികളെ നമ്മൾ കണ്ടു. മേയർ പറയുന്ന വാചകം എന്ന് പറയുന്നത് എന്താണ്? റെയിൽവേയുടെ വേസ്റ്റാണ്. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് കപ്പുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതാണ് അവർ പറയുന്നത്. ഇതാണ് അവർ പറയുന്നത്. എന്തൊരു ബാലിശവും ഇപ്പൊ പറയാൻ പാടില്ല. അവരൊക്കെ ആ സ്ഥാനത്തിരിക്കേണ്ട സമയം, അവരെ മാറ്റേണ്ട സമയം എത്രയോ അതിക്രമിച്ചു. 100% ഞാൻ യോജിക്കുന്നു. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഭാഗത്തു നിന്നുണ്ടായ സമീപനം എന്താ? രാത്രി നമ്മൾ 3ഉം 4ഉം പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കി തരണമെന്ന് പറയുമ്പോഴും അവിടെ നിരന്തരം ട്രെയിൻ കൊണ്ടിടുകയും നമുക്ക് പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതിൽ തടസ്സം വരുന്നു. എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറും. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലല്ല ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എത്രയും എങ്ങനെ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ അലവലാതിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതെങ്ങനെ മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. അപ്പോ ഞാൻ ഇതിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? തന്നോളൂ. എന്ന് ഇതുപോലെ ഒന്നങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ടോ? ഞാൻ എങ്ങനെ നിന്നാ മതിയോ? പിന്നെ ഞാൻ തരാൻ പോവാണ്. തന്നോളൂ. എന്താ കണ്ണുണ്ടൂടെ? കണ്ണ് തള്ളിപ്പോയി.